ശരീരത്തിന് വ്യായാമം പോലെ നാവിന് വ്യായാമം ആവശ്യമുണ്ട്. ആശയവിനിമയത്തിൽ നാവിൻ്റെ പ്രാധാന്യം വലുതാണ് എന്നുള്ളതിൽ നമുക്കൊന്നും സംശയമില്ല. പക്ഷേ നാവിന് ഒരു കെട്ടുണ്ട്. നാവിൻ്റെ കെട്ട് നാവിൻ്റെ സരസമായ ലളിതമായ ഒഴുക്കിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ആശയവിനിമയത്തിൽ സുഗമമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നാവിൻ്റെ കെട്ടിനെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നാവിന് വ്യായാമം നൽകണം. നാവിൻ്റെ വ്യായാമം എന്ന് പറയുന്നത് സംസാരമാണ്, ആശയവിനിമയമാണ്. വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ ലളിതമായി അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, പരിശീലിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും വായിക്കാറുണ്ട്. അത് പീരിയോഡിക്കൽസ് ആവാം, പത്രമാധ്യമങ്ങളൊക്കെ ആവാം. ഇങ്ങനെ വായിക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ലൗഡറായിട്ട്, കുറച്ചുകൂടെ ഒച്ചത്തിൽ വായിക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാവിനത് നല്ല വ്യായാമമായിരിക്കും. പലപ്പോഴും നമുക്ക് സുപരിചിതമല്ലാത്ത മലയാളത്തിലെയും ഇതര ഭാഷയിലെയും പദപ്രയോഗങ്ങളെ നിരന്തരമായ വായനയിലൂടെ, അതും കുറച്ചുകൂടെ നമ്മൾ രണ്ട് ചെവി കേൾക്കുമാറ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ വായന നമ്മുടെ നാവിൻ്റെ കെട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് കുറച്ചും കൂടെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും കുറച്ചുകൂടി സുഗമമായി കാര്യങ്ങൾ പറയാനും ആളുകളിലേക്ക് നമ്മൾ മനസ്സിൽ വരുന്ന നല്ല നല്ല വാക്കുകളെ, നല്ല പദപ്രയോഗങ്ങളെ, ശൈലികളെ ഒക്കെ ലളിതവൽക്കരിച്ചുകൊണ്ട് പറയാൻ അത് നമ്മളെ നന്നായി സഹായിക്കും. അതുകൊണ്ട് വായന കുറച്ചുകൂടി ഒച്ചത്തിലാവട്ടെ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ നാവിൻ്റെ കെട്ടിനെ മാറ്റാനും നല്ലൊരു വ്യായാമം നാവിന് നൽകാനും സാധിക്കും.